UDF യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിലക്ക്. യോഗത്തിൽ സംസാരിക്കാൻ ചെന്നിത്തലയെ അനുവദിച്ചില്ല. ഘടകകക്ഷി നേതാക്കൾക്ക് ഉൾപ്പെടെ അവസരം നൽകിയിട്ടും രമേശ് ചെന്നിത്തലയെ തഴഞ്ഞു. VD സതീശന്റെ വിരുന്ന് സൽക്കാരം ബഹിഷ്കരിച്ച് ചെന്നിത്തല നീരസത്തോടെ മടങ്ങി. ഘടകകക്ഷി നേതാക്കളും സതീശന്റെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഇതിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം എല്ലാം നടക്കുന്ന വലിയൊരു സമ്പൂർണ്ണ UDF യോഗമാണ് നടന്നത്. അവിടെ നമുക്കറിയാം, രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന ഒരു നേതാവ്, KPCCയുടെ പ്രചാരണ സമിതി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തലയെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ UDF യോഗത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? നേരത്തെ തന്നെ ഇതിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയം തന്റെ ഇടപെടൽ മൂലവും പ്രചാരണം മൂലവും നടന്നതാണ് എന്ന ഒരു നിലപാടാണ് VD സതീശൻ കൈക്കൊണ്ടുകൊണ്ടിരുന്നത്. ഇതിനെതിരെ നേരത്തെ തന്നെ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന UDF യോഗത്തിലാണ് പ്രചാരണ സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല എന്ന പരസ്യമായ നീരസം രമേശ് ചെന്നിത്തല തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. യോഗത്തിൽ ഘടകകക്ഷി നേതാക്കളായ മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും സംസാരിച്ചു. പക്ഷേ പ്രചാരണ സമിതി ചെയർമാനായ ഈ രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ ക്ഷണിക്കുക പോലും ചെയ്തില്ല. നിലവിൽ തിരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിച്ചത് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ VD സതീശനും MM ഹസനുമായിരുന്നു. MM ഹസനാണ് ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചത്. മറ്റ് നേതാക്കൾ മത്സരത്തിലായിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരനും ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണസമയം മറ്റ് മണ്ഡലങ്ങളിലെയോ പ്രചാരണത്തിന്റെയോ ഒന്നും ചുമതല ഏറ്റെടുത്തിരുന്നില്ല. വിജയത്തിന്റെ ഒരു പങ്ക് ചെന്നിത്തലയ്ക്ക് കൂടി അവകാശപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ UDF യോഗത്തിൽ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ പൂർണ്ണമായും UDF യോഗത്തിന്റെ നിയന്ത്രണം VD സതീശൻ ഏറ്റെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലുള്ള നീരസം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വലിയ തരത്തിലുള്ള സൽക്കാരമൊക്കെ നടത്തിയായിരുന്നു UDF യോഗം നടന്നത്. VD സതീശന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾക്കും ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾക്കും ഒക്കെയുള്ള സൽക്കാരം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് ചെന്നിത്തല വിരുന്നിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും പുറത്തിറങ്ങി പോവുകയുമാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിലുള്ള നീരസം മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ചെന്നിത്തല അറിയിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും ഒരു കുറിപ്പ് എത്തുകയുണ്ടായി. ഒരു പ്രസ്താവന പോലെ ഒരു കുറിപ്പ് എത്തുകയുണ്ടായി. അതിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശില്പി താനാണെന്ന മട്ടിൽ VD സതീശന് മാത്രമാണ് ഇതിന്റെ ഈ വിജയശില്പി എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ആ റിലീസിൽ ഉണ്ടായിരുന്നത്. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഈ റിലീസ് എത്തുകയും എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ UDFനെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് വഹിച്ച പങ്ക് എന്നുള്ളതൊക്കെയുള്ള തലക്കെട്ടോടുകൂടി വിവിധ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഒരേ സ്വഭാവത്തിലുള്ള ഈ വാർത്ത പ്രചരിച്ചപ്പോൾ തന്നെ വളരെ കൃത്യമായ അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുകയും ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയ ഒരു കുറിപ്പ് മാധ്യമ സ്ഥാപനങ്ങളിൽ ലഭിച്ചത് എന്ന് കണ്ടെത്തുകയുമുണ്ടായി. അതിൻ്റെ ഒരു നീരസം വളരെ കൃത്യമായി KPCC പ്രസിഡന്റ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നോക്കൂ, മുതിർന്ന നേതാക്കളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് താൻ മാത്രമാണ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസിന്റെ രക്ഷകൻ എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്, അല്ലേ? തീർച്ചയായും നീലിമ, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും അതിന് തൊട്ടു മുമ്പും ഒക്കെ പല മാധ്യമങ്ങൾക്കും നൽകിയ ഇന്റർവ്യൂകളിൽ പോലും VD സതീശൻ വ്യക്തമാക്കിയത് തനിക്ക് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക മാത്രമാണ് ലക്ഷ്യം എന്നൊക്കെ ഈ പറയാതെ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മറ്റ് നേതാക്കളെ ഒന്നും അപ്രസക്തരാക്കിയുള്ള ഒരു നീക്കത്തിലേക്കാണ് VD സതീശൻ കടക്കുകയും ചെയ്തത്. K സുധാകരൻ KPCC പ്രസിഡന്റായ ശേഷം പല ഘട്ടങ്ങളിലും KPCC പ്രസിഡന്റും ഒപ്പം തന്നെ VD സതീശൻ
സതീശനും ഒന്നിച്ചിരുന്ന് നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ പോലും KPCC പ്രസിഡന്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം VD സതീശൻ പറയുന്ന ഒരു കാഴ്ച മാധ്യമപ്രവർത്തകർ ഒക്കെ പലതവണ കണ്ടതാണ്. പല ഘട്ടങ്ങളിലും ഈ K സുധാകരനെ അവഹേളിക്കുന്ന നിലയിലേക്ക് പോലും VD സതീശന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനമാണ് തനിക്ക് മാത്രം ഒറ്റയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന്റെ അമർഷം ഈ K സുധാകരൻ തന്നെ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പരസ്യമായി അത്തരത്തിലുള്ളൊരു പ്രതികരണവുമായി K സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തു. എന്തായാലും നേരത്തെ തന്നെ AICC നിയോഗിച്ചത് തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസിൽ മാത്രമല്ല ഘടകകക്ഷി നേതാക്കളും സതീശന്റെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത്. നമുക്ക് ലഭ്യമായ വിവരം എന്താണ്? ഏതെല്ലാം നേതാക്കളാണ് ഇത്തരത്തിൽ ഈ VD സതീശന്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെ രംഗത്ത് വന്നത്? നീലിമ, ലീഗിലെ ഉൾപ്പെടെ നേതാക്കൾ ഇത്തരത്തിൽ ഉള്ള അമർഷം, ഇക്കാര്യത്തിലുള്ള ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഈ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ തന്റെ മണ്ഡലത്തിലേക്ക് നേതാക്കൾ ആരും എത്തിയില്ല എന്ന പ്രചരണം ഉൾപ്പെടെ നടത്തുകയും ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്ന് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുതിർന്ന നേതാവാണ് K മുരളീധരൻ. ഒപ്പം തന്നെ ഈ VD സതീശൻ വിഭാഗം പൂർണ്ണമായും ഇതിൽ ഒരു സ്വാധീനം ചെലുത്തി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കം നടത്തുന്നതിനെതിരെ വലിയ തരത്തിലുള്ള അമർഷമാണ് കോൺഗ്രസിലും UDF-ലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ആന്റണിയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിലെ കേരളത്തിലെ റോൾ വഹിക്കുന്ന ആൾ തന്നെയാണ്. അതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി. അതാണ് VD സതീശനെ ചൊടിപ്പിക്കുന്നതും അദ്ദേഹത്തെ തഴയുന്നതിന് പിന്നിലുമുള്ള ചേതോവികാരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമഗ്ര വിവരങ്ങളാണ് വിജിൻ പങ്കുവച്ചത്.